ഹായ് എവരിവൺ, വെൽക്കം ടു ചാനൽ സ്വാസ്ഥ ഫുഡ്സ്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പാൽക്കപ്പയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ പാൽക്കപ്പ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു കപ്പ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ തൊലി എടുത്ത് നല്ലോണം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. കപ്പയെല്ലാം ഞാൻ ഇങ്ങനെ നല്ലോണം ചെറുതായിട്ട് അരിഞ്ഞിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്തോട്ട് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ഇനി കപ്പയുടെ മേളിൽ വരത്തക്കോണം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഗ്യാസ് വെച്ചിട്ട് നല്ലോണം കുക്ക് ചെയ്തെടുക്കാം. ഇനി ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് 3 പച്ചമുളകും ഒരു 4-5 വെളുത്തുള്ളിയും പിന്നെ 4 ചെറിയ ഉള്ളിയുമാണ്. ഇതൊന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ ചതയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി കുക്കായി നോക്കാം. ഇതിൻ്റെ തുറന്ന് എടുത്തിട്ട് നോക്കാം നല്ലോണം കുക്കായിട്ടുണ്ടോ എന്ന്. കണ്ടില്ല, നിങ്ങൾക്ക് ഇവിടെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി ഇതിൽ വെള്ളമെല്ലാം ഡ്രെയിൻ ചെയ്ത് കളയാം, ഊറ്റിക്കളയാം. പിന്നെ ഇതിൽ വെള്ളമെല്ലാം ഞാൻ ഡ്രെയിൻ ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഗ്യാസിൽ വെക്കുക. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ഇങ്ങനെ ഇനി ഇതിൽ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും പച്ചമുളകും ചതച്ചിട്ട് കൊടുക്കാം. പിന്നെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് 2 കപ്പ് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. തേങ്ങാപ്പാൽ ഞാനിവിടെ ഒരു വലിയൊരു തേങ്ങയുടെ ഹാഫ് തേങ്ങ എടുത്തിട്ടുള്ളൂ. ഇത് നല്ലോണം ഒന്ന് തിളപ്പിക്കാം. ഇവിടെ പാൽക്കപ്പ ഇവിടെ നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇത് ഗ്യാസിൽ നിന്ന് മാറ്റാം. ഇനി കടുക് വറക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്തോട്ട് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. 2 ചെറിയ ഉള്ളി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില. ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോൾ നമ്മളൊന്ന് ഫ്രൈ ചെയ്യാം. ഇപ്പോൾ ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന കപ്പയ്ക്കകത്ത് ഒഴിച്ചു കൊടുക്കാം. കപ്പയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള പാൽക്കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ കപ്പ പുഴുങ്ങിയതും തൈര് ചമ്മന്തി ഞാൻ ഇട്ടിട്ടുണ്ട്. എല്ലാവരും കണ്ടു നോക്കണം, വളരെ നല്ല ടേസ്റ്റിയാണ്. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്ത് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക് യു.